അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിനേക്കാളും ഒരു വേരിയേഷൻ വരുത്തിയിട്ടാണ് ഈ ഒരു ചപ്പാത്തി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ചപ്പാത്തിയാണിത്. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡോ തയ്യാറാക്കുന്നത് നമ്മൾ നോർമൽ ചപ്പാത്തിയുടെ ഡോ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കുക. അപ്പം ഒരു അരമണിക്കൂറെങ്കിലും കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഡോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. ഇനി ഈ ഡോ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റുക. ഈ ബോൾസ് ചെറുതായി ഒന്ന് ഇനി പരത്തി കൊടുക്കണം. അതിന് ശേഷം ഇതിന് നടുവിലായി കുറച്ച് പശു നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ മാവ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. പിന്നെ പശു നെയ്യ് പുരട്ടുന്ന സമയത്ത് ഒരുപാട് പുരട്ടേണ്ട ആവശ്യമില്ല. ഒരുപാടാവുന്ന സമയത്ത് നമ്മൾ പരത്തുമ്പം അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് പുരട്ടി കൊടുത്താൽ മതി. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാ ചപ്പാത്തിയും റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി റോൾ ചെയ്തെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ടൈപ്പ് ചപ്പാത്തിയാണ്. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും നെയ്യൊന്നും കഴിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും സാധാരണ നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ തന്നെ ഫ്ലിപ്പ് ചെയ്തിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നോർമൽ ചപ്പാത്തി പോലെ ഇത് നന്നായി അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല. ഒരു ചെറിയൊരു രീതിയിൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ. പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും. എല്ലാം കൂടി ഉള്ളതാണ്. ഒരു മിനി പൊറോട്ട രൂപത്തിലായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. നമുക്ക് ഡെയിലി കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഇതിൻ്റേത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് താങ്ക് യു.